മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. പ്രഭാതത്തിൽ ഉണർന്നതിന് ശേഷം നമ്മുടെ പൈതൃക പ്രകാരം ധാരാളം ചെറിയ ചെറിയ ആചാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ പറയാറുണ്ട്. അതിൻ്റെ പുറകിലുള്ള ശാസ്ത്രം അത് ഞാൻ വിവരിക്കുകയാണ്. ചിലർക്കൊക്കെ അതിനോട് എതിർപ്പുണ്ടാവാം, ചിലർ അത് അംഗീകരിക്കാതിരിക്കാം. എങ്കിലും നമ്മുടെ പൂർവികർക്ക് അത് സയൻസ് ഉപയോഗിച്ച് വിവരിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും യോഗ ഇന്നത്തെ സയൻസ് പ്രകാരം ഏറ്റവും നല്ലതാണെന്നും മ്യൂസിക് തെറപ്പി, ആയുർവേദ തുടങ്ങിയ ന്യൂ ഏജ് തെറപ്പി അതെല്ലാം ഇന്നത്തെ സയൻസ് ഉപയോഗിച്ച് അംഗീകരിക്കുന്നത് പോലെ നമ്മുടെ പൂർവികര് പ്രഭാതകൃത്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ സയന്റിഫിക് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ. ഞാൻ വീണ്ടും പറയുന്നു, ഇതിനെ എതിർക്കുന്നവരുണ്ടാവാം, സ്വീകരിക്കാൻ താല്പര്യമില്ലാത്തവരുണ്ടാവാം. അതൊക്കെ അവരവരുടെ സ്വാതന്ത്ര്യം. എന്നാലും സയൻസിന്റെ മണ്ഡലത്തിൽ പ്രവർത്തിക്കാൻ ഭാഗ്യം കിട്ടിയ വ്യക്തി എന്നുള്ള നിലയിലും ബയോകെമിസ്ട്രിയിൽ തന്നെ PhD ഉള്ള വ്യക്തി എന്നുള്ള നിലയിലും അതിൻ്റെ ശാസ്ത്രം പറയുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. ഉറങ്ങുന്ന സമയത്ത് വടക്കോട്ട് തലവെച്ച് കിടക്കരുത് എന്ന് പറയാറുണ്ട്. ഞാൻ പറയാറുണ്ട് തെക്കോട്ട് തലവെച്ച് കിടക്കരുത്. കിഴക്കോട്ടാണ് ബെസ്റ്റ്, അല്ലെങ്കിൽ പടിഞ്ഞാട്ട്. അതിന് കാരണം ഭൂമിയുടെ മാഗ്നറ്റിക് മെറിഡിയന് പാരലലായിട്ട് കിടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരു മാഗ്നറ്റിക് ഉണ്ട്, ഒരു മാഗ്നറ്റിക് സിസ്റ്റം ഉണ്ട്. MRI എടുക്കുമ്പോഴും CT സ്കാനിങ് എടുക്കുമ്പോഴും എല്ലാം മാഗ്നറ്റിക് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അനാലിസിസാണ് നടത്തുക. അപ്പോൾ ശരീരത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ്, ഹീമോഗ്ലോബിൻ ഉൾപ്പെടെ ഉള്ളതിനെ കറക്റ്റായിട്ട് അലൈൻ ചെയ്യാൻ മാഗ്നറ്റിക് മെറിഡിയന് പാരലായിട്ട് കിടക്കുകയാണെങ്കിൽ നെഗറ്റീവ് എഫക്റ്റ് ആയിരിക്കും. ഓപ്പോസിറ്റായിട്ട് കിഴക്കോട്ടോ പടിഞ്ഞാട്ടോ വയ്ക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. കിടക്കയിലിരുന്ന് ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറയാറുണ്ട്. ഹൊറിസോണ്ടൽ ബോഡി വെർട്ടിക്കൽ ആവുമ്പോൾ ഹാർട്ടിനുണ്ടാകുന്ന പ്രഷർ ജർക്ക് ഒഴിവാക്കാൻ കുറച്ചു നേരം കിടക്കയിൽ ഇരുന്ന് പിന്നെ എഴുന്നേൽക്കുന്നതാണ് നല്ലത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ റിപ്പോർട്ട് പ്രകാരം ഹാർട്ടിന് പ്രോബ്ലമുള്ള വ്യക്തികളിൽ 23% വ്യക്തികൾ മരിക്കുന്നത് പെട്ടെന്ന് ഇരുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കുമ്പോഴും കിടന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കുമ്പോഴുമാണ്. അപ്പം കിടക്കയിൽ ഇരുന്ന് പിന്നെ എഴുന്നേൽക്കാവൂ എന്നുള്ളതിന് പകരം നമ്മുടെ പൂർവികർ ഇരുന്നൊന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം എഴുന്നേൽക്കാവൂ എന്ന് പറഞ്ഞു. നമ്മൾ സാധാരണഗതിയിൽ കിടക്കയിൽ കിടന്ന് ഉരുളുമ്പോൾ ശരീരത്തിലൊരു ബയോസ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഉണ്ടാവും, ഒരു ബയോ ഇലക്ട്രിസിറ്റി. അത് കാലുവഴിക്ക് എർത്ത് ചെയ്തു പോയാൽ കാലിന് വാതരോഗം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പ്രായമായ സ്ത്രീകളോട് വീട്ടിൽ നടക്കുമ്പോൾ ചെരുപ്പിട്ട് നടക്കണമെന്ന് ഡോക്ടർമാർ പറയുന്നത് ഒരു നോൺ കണ്ടക്ടർ വേണമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം കാല് നിലത്ത് തൊടുന്നതിന് മുമ്പ് കൈ നിലത്ത് തൊട്ടാൽ ആ ബയോ ഇലക്ട്രിസിറ്റി അക്യുമുലേറ്റ് ചെയ്തത് കൈ വഴിക്ക് എർത്ത് ചെയ്തു പോയാൽ കാലിന് അതൊരു പ്രൊട്ടക്ഷൻ ആയിരിക്കും. രാവിലെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും എണ്ണ തേച്ച് കുളിക്കണമെന്ന് പറയാറുണ്ട്. നമ്മളുടെ ധാരാളം TV അഡ്വർടൈസ്മെന്റുകളിലെ വെളിച്ചെണ്ണയുടെ ഗുണത്തെക്കുറിച്ച്, അവരുടെ വെളിച്ചെണ്ണയിൽ ഉപയോഗിക്കുന്ന സോപ്പ് അല്ലെങ്കിൽ സോപ്പിൽ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ, ഇങ്ങനെ രണ്ടിരട്ടി വെളിച്ചെണ്ണ അങ്ങനെയൊക്കെ പറയാറുണ്ട്. വെളിച്ചെണ്ണയ്ക്ക് ഒരു തരത്തിലുള്ള ഔഷധ ഗുണവും ഇല്ല. മറിച്ച് കാച്ചിയ വെളിച്ചെണ്ണ, ഉരുക്ക് വെളിച്ചെണ്ണ, ആ വെളിച്ചെണ്ണയിൽ നല്ല നാളികേരത്തിൻ്റെ പാലെടുത്ത് കാച്ചിയിട്ട് വെളിച്ചെണ്ണ ഉണ്ടാക്കുമ്പോൾ ഒരു വലിയ സുഗന്ധം അതിനകത്തുണ്ട്. അത് പൈറസീൻസ് എന്ന കോമ്പൗണ്ടാണ്. 10-20 പൈറസീൻസ് ഉണ്ട്. ആ പൈറസീൻസ് നല്ല രീതിയിൽ ആൻറ്റി ബാക്ടീരിയലാണ്. അത് നമ്മുടെ ത്വക്കിനെ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കും. അപ്പോൾ എണ്ണ തേച്ച് കുളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ പുറത്തുള്ള ലിപ്പോ പ്രോട്ടീന് ഒരു കവർ കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ആ കവർ കൊടുക്കുന്നതിൽ ഏത് എണ്ണ ഉപയോഗിച്ചാലും മതി, വെളിച്ചെണ്ണ തന്നെ വേണമെന്നില്ല. പക്ഷെ കാച്ചിയ വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഔഷധ ഗുണമുണ്ട്. ഞാൻ ചിലപ്പോൾ ചിലരോടൊക്കെ പറയാറുണ്ട്, രാവിലെ കുളി കഴിഞ്ഞ് തലമുടി തോർത്താതെ ഒരു കൈ വെള്ളം എടുത്ത് തെക്കോട്ട് തിരിഞ്ഞ് നിന്ന് തലമുടിയിൽ നിന്ന് വെള്ളം ഇറ്റിട്ട് വീഴുമ്പോൾ തന്നെ മാതൃദീപോ ഭവ മാത്രം തർപ്പയാമി,
അമ്മ ഈശ്വര തുല്യയായി തീരട്ടെ, അമ്മയ്ക്ക് തർപ്പണം. പിന്നെ പിതൃദേവോഭവ പിതൃം തർപ്പയാമി, അച്ഛൻ ഈശ്വര തുല്യനായി തീരട്ടെ, അച്ഛന് തർപ്പണം. ഇത് തലമുടി തോർത്താതെ തർപ്പണം കൊടുത്തതിന് ശേഷമേ തലമുടി തോർത്താവൂ എന്ന് പറയാറുണ്ട്. അപ്പം അതിൽ വലിയൊരു സയൻസ് ഉണ്ട്. നമ്മൾ കുറേ നേരം തലയിൽ വെള്ളം വെച്ചുകൊണ്ട് നിന്നാലേ ഈ തർപ്പണം കൊടുക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ദിവസവും കുറച്ച് സമയം തലയിൽ കുളി കഴിഞ്ഞ് ഉടനെ തല തോർത്താതെ വെള്ളത്തോടുകൂടി നിൽക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഇമ്മ്യൂണിറ്റി ശരീരത്തിലുണ്ടാവും. മഴ നനഞ്ഞാലും കുറച്ച് വെള്ളം തലയിലുണ്ടായാലും കുറച്ച് വിയർത്താലും നമ്മുടെ ശരീരത്തിന് അത് വിസ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ആ തർപ്പണത്തിൽ ഒരു സയൻസ് ഉണ്ട്. അതേപോലെ തന്നെ രാവിലെ 15 കുളി കഴിഞ്ഞ പൂജാമുറിയിൽ വന്നിട്ട് 15 പ്രാവശ്യം ദീർഘശ്വാസം. അപ്പൊ കുളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല്ല് തേക്കുമ്പോൾ പല്ല് ക്ലീൻ ആവും, നാക്ക് പഠിക്കുമ്പോൾ നാക്ക് ക്ലീൻ ആവും, വായ കഴുകുമ്പോൾ വായ ക്ലീൻ ആവും, കുളിക്കുക എന്ന് പറയുമ്പോൾ ശരീരം ക്ലീൻ ആവും, പിന്നെ ശരീരം തണുക്കുകയും ചെയ്യും. പിന്നെ ഒരു 10-15 പ്രാവശ്യം ദീർഘശ്വാസം എടുക്കുക, അപ്പൊ ലങ്സ് ക്ലീൻ ആവും. പിന്നെ രാവിലെ പ്രാർത്ഥന ഒരു 20 മിനിറ്റ് എങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനയിൽ ഒരു 10-21 ഗായത്രി മന്ത്രം ചേർക്കുക, ഒരു കീർത്തനം ചേർക്കുക, കുറച്ച് നേരം ധ്യാനിക്കുക, ഒരു 20 മിനിറ്റ് നേരം. പിന്നെ വളരെ തിരക്കുള്ളവരാണെങ്കിൽ അതനുസരിച്ചിട്ട് എന്താ വേണമെന്ന് ചെയ്യാം. അത് നമ്മുടെ മനസ്സ് ക്ലീനാക്കും. ഒരു 3-4 സൂര്യ നമസ്കാരം ചെയ്യാൻ ശ്രമിക്കുക. ഒരു സൂര്യ നമസ്കാരത്തിൽ 10 യോഗാസനങ്ങളാണുള്ളത്. സ്പെസിഫിക് യോഗാസനങ്ങൾ 10 എണ്ണം ഉണ്ട്. സൂര്യ നമസ്കാരത്തെ ദ കിങ് ഓഫ് ദി എക്സർസൈസസ് എന്ന ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് വിവരിക്കാറുണ്ട്. നമ്മുടെ ശരീരത്തിലുള്ള 186 മൂവബിൾ ജോയിന്റുകൾ, 207 ജോയിന്റുകളുള്ളതിൽ 186 എണ്ണമാണ് മൂവബിൾ, ബാക്കിയുള്ളത് ഇമ്മൂവബിൾ ആണ്, തലയിലൊക്കെ ഉള്ളത്. ഈ മൂവബിൾ ജോയിന്റിനെ ഹാർമോണിയസ് എക്സർസൈസിന് വിധേയമാക്കാൻ ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള സ്ട്രെയിൻ ഇല്ലാത്തതായതുകൊണ്ടാണ് 2, 3, 4 സൂര്യ നമസ്കാരം സാധിക്കുന്നതനുസരിച്ച് ചെയ്യണമെന്ന് പറയുന്നത്. സൂര്യ നമസ്കാരം ചെയ്തു കഴിഞ്ഞാലോ അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാലോ ഒരു 4-5 ഗ്ലാസ് ചെറിയ ഗ്ലാസ്സിൽ വെള്ളം കുടിക്കുക. നമ്മുടെ ബ്ലഡ് ക്ലീൻ ആക്കാൻ ഈ ഫാനിന്റെ ചുവട്ടിൽ കിടക്കുമ്പോൾ ബ്ലഡ് ഇങ്ങനെ തിക്കാവും, വിയർപ്പിലൂടെ വെള്ളം പുറത്തേക്ക് പോകുന്നത് കൊണ്ട്. ആ ബ്ലഡിന്റെ വിസ്കോസിറ്റി കുറയ്ക്കാനും ബ്ലഡ് തിക്കാവുന്നത് കുറയ്ക്കാനും ബ്ലഡിലുള്ള 10-13 ബഫർ സിസ്റ്റങ്ങളും മറ്റ് ആവശ്യമില്ലാത്ത ഡീകമ്പോസ്ഡ് പ്രോഡക്റ്റൊക്കെ കിഡ്നി വഴിക്ക് ഫിൽട്ടർ ചെയ്തു പോകാനും ഈ ജലപാനവ്രതം വളരെ നല്ലതാണ്. അതേപോലെ തന്നെ നമ്മൾ ഭക്ഷണത്തിന് മുമ്പ് ഒരു പ്രാർത്ഥന. ശരിക്ക് നമ്മൾ ഭക്ഷണം നോക്കിക്കൊണ്ടിരുന്നാൽ സലൈവറി ഗ്ലാൻഡ് ആക്റ്റീവ് ആകും. ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതിന് പകരം നമ്മുടെ പൂർവികര് ഒരു പ്രാർത്ഥന പറഞ്ഞു. പ്രഭോ സേവാവ്രത ഭക്ത്യ വയം സംപ്രാർത്ഥയാമഹേ കല്യാണാർത്ഥം സ്വരാഷ്ട്രസ്യ പ്രസാരാർത്ഥം സ്വസംസ്കൃതേ വിശ്വസ്യാഭ്യുദയോയേന പ്രജാനാം ച രക്ഷണം സർവത്ര സർവദാ ശാന്തി സമാധാനം ച സർവദാ. ഇത് വിവേകാനന്ദ കേന്ദ്രയിലെ പ്രാർത്ഥനയാണ്. നല്ലൊരു പ്രാർത്ഥനയാണ്. എൻ്റെ രാഷ്ട്രം, എൻ്റെ സംസ്കാരം എന്നും എന്നും നന്നായി വരട്ടെ, എല്ലായിടത്തും ശാന്തിയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥന ഭക്ഷണത്തിന് മുമ്പ്. ഇനി ബ്രഹ്മാർപ്പണം, ബ്രഹ്മഹവിർ, ബ്രഹ്മാഗ്നോ, ബ്രഹ്മണാഹുതം, ബ്രഹ്മയുവതേന ഗന്ധവ്യം, ബ്രഹ്മകർമ്മ സമാധിന എന്ന ഭഗവത്ഗീതയിലെ വരി വേണമെങ്കിലും ചൊല്ലാം. അല്ലെങ്കിൽ വേദത്തിലെ കർമ്മമന്ത്രമുണ്ട്. പ്രതന്ത്വാ സത്യേന വൃഷിം ചെയ്യാമി ഭൂർഭുവസ്സുരോ അന്തശ്ചരതി ഭൂതേഷു ഗുഹായാം സർവതോമുഖ ത്വം യജ്ഞ ത്വം വഷക്കാരതം വിഷ്ണു വൃഷപ്പര അമൃതോപസ്തരണമസി പ്രാണായ സ്വഹ വാനായ സ്വഹ വ്യാനായ സ്വഹ. അതും ചൊല്ലാം. ഏത് മന്ത്രത്തിനും ഒരു ഉദ്ദേശമേ ഉള്ളൂ. ആ ചോറിൻ്റെ മുമ്പിലിരിക്കുമ്പോൾ സലൈവറി ഗ്ലാൻഡ് ആക്റ്റീവ് ആകും. കുറച്ച് ഉമിനീര് സലൈവ അകത്ത് പോയതിനു ശേഷം ഭക്ഷണം അകത്തേക്ക് പോകണമെങ്കിൽ ഡൈജഷൻ പെർഫെക്റ്റ് ആയിട്ട് നടക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ കൈയും കാലും മുഖവും കഴുകണം എന്ന് പറയും. കൈ കഴുകുന്നത് സ്വാഭാവികമായിട്ട് കൈ ക്ലീനാക്കാനാണ്. കാല് കഴുകുന്നത് കാല് ക്ലീനാക്കാൻ മാത്രമല്ല, ഈ ചെരുപ്പിട്ട് കാലിങ്ങനെ ഉരയുമ്പോൾ ഉണ്ടാകുന്ന ഫ്രിക്ഷൻ, ആ ചൂട് ഒന്ന് തണുപ്പിക്കാൻ വളരെ നല്ലതാണ് കാലിൽ വെള്ളമൊഴിക്കുന്നത്. അത് നമ്മുടെ തലച്ചോറിനെ നല്ല രീതിയിൽ ബാധിക്കും. ഇപ്പം മുഖം കഴുകുന്നത് നമ്മുടെ ഈ സ്കിന്നിനേക്കാളും 7 ഇരട്ടി സെൻസിറ്റീവാണ് ഈ സ്കിൻ. അപ്പം ഈ മുഖം കഴുകുമ്പോൾ ശരീരം ഫ്രഷ് ആവും, കൈ കഴുകുമ്പോൾ കൈ ക്ലീൻ ആവും, അതുപോലെ കാല് കഴുകുമ്പോൾ കാല് ക്ലീൻ ആവുമെന്ന് മാത്രമല്ല തലച്ചോറ് നല്ലോണം തണുക്കുകയും ചെയ്യും. പിന്നെ കുടുംബാംഗങ്ങളായിട്ട് കുറേ നേരം ഇരിക്കുക.
നമ്മുടെ മനസ്സിലുള്ള ടെൻഷനും വേദനയും അതൊക്കെ കുറയ്ക്കാൻ വളരെയേറെ സഹായിക്കും. പ്രത്യേകിച്ച് വൈകുന്നേരം നമ്മുടെ മക്കളെ അനുഗ്രഹിക്കുക, അഭിനന്ദിക്കുക, ആശീർവദിക്കുക, ആശ്വസിപ്പിക്കുക. അതിന് ഒരു ദിവസം ഒരു അരമണിക്കൂറെങ്കിലും മാറ്റിവെക്കണം. നമ്മുടെ കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്ന സ്ഥലമാണ് കുടുംബം എന്ന് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത്. നമ്മൾ ഒരുമിച്ച് നമ്മൾ പഠിക്കണം, ഇതെല്ലാമാണ്. പിന്നെ കുട്ടികളെ പഠിക്കാൻ പ്രോത്സാഹിപ്പിക്കുക. അത് ഷാർപ്പായിട്ടുള്ള വാക്കുകളല്ല. ലോവർ ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ വോയിസ്, ഹയർ ഈസ് ദ പെനിട്രേഷൻ പവർ. പതുക്കെ ശാന്തമായിട്ട് പറയാം. രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഒരു 10 നാമം ജപിച്ച് ഉറങ്ങണമെന്ന് നമ്മുടെ പൂർവികർ പറയാറുണ്ട്. ഓടിച്ചാടി നടക്കുന്ന വ്യക്തി അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന വ്യക്തി പെട്ടെന്ന് പോയിട്ട് ഹൊറിസോണ്ടലായിട്ട് കിടന്നാൽ അതും ഹാർട്ടിന് പ്രഷർ ചേർക്കുണ്ടാക്കും. അത് ഒഴിവാക്കാനാണ് യഥാർത്ഥത്തിൽ കിടക്കയിലിരുന്ന് കുറച്ച് സമയം ഇരുന്നതിന് ശേഷം കിടക്കണം എന്ന് പറയുന്നത്. അത് നാമം ജപിച്ചാൽ അതൊരു ആത്മീയത കൂടി വേണമെങ്കിലായി. യുക്തിവാദിയാണെങ്കിൽ വേണമെന്ന് നിർബന്ധമില്ലായി, ഇരുന്നിട്ട് പിന്നെ കിടന്നാലും മതി. അപ്പം ഇതിൻ്റെ പുറകിലെല്ലാം ഇപ്പോൾ ആൽമരത്തിന് പ്രദക്ഷിണം വയ്ക്കുകയാണെങ്കിലും അമ്പലത്തിലേക്കുള്ള യാത്ര ചെരുപ്പിടാതെ നടക്കുകയാണെങ്കിലും എല്ലാത്തിൻ്റെയും പുറകിൽ ശരീരത്തിന് മനസ്സിന് നന്മ വരുത്തുന്ന കുറേയധികം ശാസ്ത്രമുണ്ട്, സയൻസ് ഉണ്ട്. അത് വേണമെന്നുള്ളവർക്ക് ഈ സയൻസിൻ്റെ മഹത്വവും കൂടി ചേർത്ത് ആ ആചാരങ്ങൾ അനുഷ്ഠിക്കാൻ സാധിച്ചാൽ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാനും ആരെങ്കിലും അതിനെ എതിർക്കുകയാണെങ്കിൽ അതിന് ഉത്തരം കൊടുക്കാനും ഒക്കെ സാധിക്കും. നിങ്ങളും വേണമെങ്കിൽ ചെയ്യുക. പ്രണാമം, നമസ്കാരം.